സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ലഹരിവേട്ടയിൽ എക്സൈസിന് പിന്തുണയുമായി ആരോഗ്യവകുപ്പും. പത്തനംതിട്ട കോട്ടാങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധനയ്ക്കിടെ കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. ബേക്കറിയുടെ കിണർ പരിശോധിക്കുന്നതിനിടെയാണ് യാദൃശ്ചികമായി കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. ആരോഗ്യവകുപ്പ് ജീവനക്കാർ വിവരം അറിയിച്ചതനുസരിച്ച് എക്സൈസ് സ്ഥലത്തെത്തി തുടർ നടപടി സ്വീകരിച്ചു. ഗോകുൽ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനമൊട്ടുക്ക് വ്യാപകമായിട്ട് ലഹരി മയക്കുമരുന്ന് പരിശോധനാ നടപടികൾ റെയ്ഡുകളൊക്കെ ഉൾപ്പെടെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട കോട്ടാങ്ങൽ ചുങ്കപ്പാറയിൽ ഇത്തരത്തിൽ അതിഥി തൊഴിലാളികൾ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടത്തു നിന്നും കഞ്ചാവ് ചെടികൾ കണ്ടെടുക്കുന്ന സംഭവം ഉണ്ടായത്. യാദൃശ്ചികമായിട്ട് ആരോഗ്യവകുപ്പ് അവരുടെ ഈ പരിശോധന നടത്തുന്നതിനിടയിലാണ് ഈ രീതിയിൽ അവർ താമസിക്കുന്ന ഇടത്ത് കിണറിന് സമീപത്തായിട്ട് കഞ്ചാവ് ചെടികൾ കാണുകയും തുടർന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അവർ എക്സൈസിനെ വിവരം അറിയിച്ചുകൊണ്ട് അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളോടൊപ്പം ആ ആരോഗ്യ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ കൂടി ചേരുകയാണ്. നമസ്കാരം. നമ്മളാണ് ആദ്യം കണ്ടത്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ പരിശോധനയുടെ ഭാഗമായിട്ട് വന്നപ്പോഴാണ് കഞ്ചാവ് ചെടികൾ ദൃഷ്ടിപ്പെട്ടത്? എങ്ങനെയായിരുന്നു സംഭവം? അതെ, നമ്മളിവിടെ സാജൻ ബേക്കറിയിൽ ഇൻസ്പെക്ഷന് വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് കിണറിൽ നിന്ന് കുറച്ച് അകലെയാണ് വെള്ളം എടുക്കുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് കിണറും കൂടെ ഇൻസ്പെക്ട് ചെയ്യണം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇൻസ്പെക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് കുറേ ചെടികൾ നിൽക്കുന്നു. അതിലൊരു പ്രത്യേകത തോന്നി. വെറുതെ ഒരു കൗതുകത്തിന് ഞാനെടുത്ത ഫോട്ടോയാണ്. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ഇവിടെ എല്ലാ ടീം അംഗങ്ങളുമായിട്ട് ഇരുന്ന് ഒരു റിവ്യൂ നടത്തിയപ്പോൾ ആണ് ഇങ്ങനെ നമുക്കൊരു അത്ഭുതം തോന്നി. ചെടിക്ക് എന്തോ പ്രത്യേകതയുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഗ്രൂപ്പിൽ ചോദിക്കുകയും ചെയ്തു, ഇത് കഞ്ചാവാണോ ഗൈസ് എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ആ ചർച്ചയാണ് പിന്നെ ചൂട് പിടിച്ച് പിന്നീട് നമുക്കത് ഏകദേശം കൺഫേം ആവുകയും അങ്ങനെ നമ്മൾ സാറിൻ്റെ അടുത്ത് ചെല്ലുക. സാറാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അതായത് സാറേ, ബാക്കി തുടർ നടപടികളൊക്കെ എങ്ങനെയായിരുന്നു? നിങ്ങൾ എക്സൈസിനെ അറിയിക്കുകയാണ് ചെയ്തത്, ബാക്കി അവരാണ് ചെയ്തത്? എക്സൈസ് വകുപ്പിനെ നമ്മൾ അറിയിക്കുകയാണെന്നുള്ളതാണ്. നമുക്കതിൻ്റെ മഹസറെടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ എക്സൈസ് വകുപ്പിൽ അറിയിക്കുക, അവരുടെ സഹായത്തോടു കൂടി ബാക്കി കേസ് നടപടികളിലേക്ക് അവരാണ് കേസുകൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ സർവീസിൽ നമുക്ക് കോട്ട്പ ആക്ട് അനുസരിച്ചിട്ടുള്ള ഇൻസ്പെക്ഷനുകൾ സ്കൂൾ പരിസരത്തെല്ലാം കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. ജില്ലാതലത്തിൽ ഡോക്ടർ അനിത മാഡത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് പരിശോധിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. TA സജിത് സാറുണ്ട്, അതുപോലെ തന്നെ ഐപ്പ് സാറ്, ഡെപ്യൂട്ടി DMO സാറൊക്കെ ഇതിന് വളരെ സപ്പോർട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊരു വിവരം അറിഞ്ഞ ഉടനെ തന്നെ DMO അറിയിച്ചപ്പോൾ അടിയന്തരമായിട്ട് നടപടി എടുക്കുക എന്നുള്ളൊരു നിർദ്ദേശം നമുക്ക് ലഭിക്കുകയും പൂർണ്ണ സപ്പോർട്ട് കിട്ടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബാക്കി നടപടിയിലേക്ക് പോയത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ കടയ്ക്കുള്ളിലെ പരിശോധനകളൊക്കെ നടത്തുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രൻ്റ് താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടമായിരുന്നു. അവിടെ അവരും വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലായിരുന്നു. ആ വൃത്തിഹീനമായ സാഹചര്യത്തിൻ്റെ ഫോട്ടോ കൂടി എടുത്തിട്ട് ഞങ്ങളുടെ ഉച്ചക്കത്തെ ഇവർ മൂന്നും ഫീൽഡ് വിവിധ സ്ഥലങ്ങളിലാണ് ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് റിവ്യൂ നടത്തുമ്പോഴാണ് ഈ ഫോട്ടോ കാണിക്കുകയും അത് ഒന്ന് പരിശോധന നടത്താനായിട്ടുള്ള ഒരു ഉത്കണ്ഠയിലാണ് ഇത് തുടക്കം കുറിച്ചത്. പെട്ടെന്ന് തന്നെ നമ്മൾ പിന്നെ എക്സൈസിൽ അറിയിച്ചു. അവരും വളരെ നല്ല രീതിയിൽ തന്നെ കോർപ്പറേറ്റ് ചെയ്തു. അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും ഇത് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സൈന്യം തന്നെയുണ്ട്, ഓരോ പഞ്ചായത്തിലും ഉണ്ട്. നിലവിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന് കൂടുതൽ സാധ്യതകളുണ്ട്. ഇങ്ങനെയുള്ള നടപടികൾക്കൊക്കെ പൊതുജനാരോഗ്യ നിയമം തന്നെ ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊരു യൂണിഫോം ഇല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഇൻസ്പെക്ഷൻ നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ പരിഗണിക്കുമെന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷയും. ആരോഗ്യവകുപ്പിൻ്റെ പൊതുജനാരോഗ്യ വിഭാഗം ജീവനക്കാരുടെ വലിയൊരു ആയിട്ടുള്ള ആഗ്രഹമാണ്. പിന്നെ ജില്ലാതലത്തിലുള്ള സപ്പോർട്ടാണ് ഇതിനെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹെൽത്ത് കാർഡ് പോലെയുള്ള ഇഷ്യൂലൊക്കെ ഞങ്ങൾക്ക് ശബരിമലയിലെ ഇഷ്യൂലൊക്കെ ഞാൻ ഇൻവോൾവ് ആയിരുന്നു. അതിൻ്റെ ഒരു കാര്യത്തിലൊക്കെ അനിതകുമാരി മാഡത്തിൻ്റെ ഒരു 100% സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ വകുപ്പിൻ്റെ ഒരു സഹായം കൂടി അവർക്ക് ഉണ്ടാകുന്നുണ്ടോ? എങ്ങനെയാണ് അത്? സംയുക്തമായിട്ടൊക്കെ സഹകരണം ഉണ്ടാകുന്നുണ്ടോ? 100% ഞങ്ങൾ സർവീസിൽ കയറിയ കാലം മുതൽ തന്നെ 99 സർവീസിൽ കയറിയാണ്. ആ കാലം മുതൽ തന്നെ ഇതിനൊരു പ്രത്യേക പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. സ്കൂളിൻ്റെ 100 വാര പരിധിയിൽ 100 മീറ്റർ പരിധിയിൽ ഇതില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന നടപടികൾ നമ്മൾ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ കടകളിലെല്ലാം പുകയില വിരുദ്ധ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടോ നോക്കുകയും അത് കൃത്യമായിട്ട് നമ്മൾ ആ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഉറപ്പ് വരുത്തുന്ന സ്പ്രെഡ്ഷീറ്റുകൾ, റിവ്യൂ മീറ്റിങ്ങുകളൊക്കെ DMO തലത്തിൽ നടക്കാറുണ്ട്. ഇപ്പോൾ തന്നെ അവസാനം നടത്തിയേക്കുന്ന പറഞ്ഞാൽ നമുക്ക് സംശയാസ്പദമായിട്ടുള്ള സ്ഥലങ്ങൾ ഏതെങ്കിലും കടകളുണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്യാനായിട്ടുള്ള ഒരു സ്പ്രെഡ്ഷീറ്റ് തന്നെ അയച്ചിട്ടുണ്ട്. അത് ജില്ലയിലെ സൈസ് സാറൊക്കെ അതിന് നേതൃത്വം നൽകി, ആശ മാഡം ഒക്കെ നേതൃത്വം നൽകിക്കൊണ്ടാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നമുക്ക് ആ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സൈസ് വകുപ്പിലും മറ്റു വകുപ്പ്
വകുപ്പുകളിലേക്കും കൈമാറും എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ അറിവും. അതുപോലെ തന്നെ ഞങ്ങളുടെ പരിശോധനാ റിപ്പോർട്ടുകളും അതാത് ദിവസങ്ങളിൽ തന്നെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനും ഞങ്ങളുടെ റിവ്യൂ മീറ്റിങ്ങുകളിൽ ഈ പുകയിലയുടെ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ദുരുപയോഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ശക്തമായ രീതിയിലുള്ള ആരോഗ്യവകുപ്പിൻ്റെ നടപടികൾ ഇക്കാര്യത്തിൽ എടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെ അറിയാൻ സാധിക്കും. ഇവർക്ക് അതും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്, കാരണം ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടുന്നതിൽ. അപ്പോൾ എല്ലാവരുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ലഭിക്കുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ ആണെങ്കിലും നല്ല സപ്പോർട്ടാണ് ഇക്കാര്യത്തിലുള്ളത്. താങ്ക് യു സാർ. എന്തായാലും അങ്ങനെ തന്നെയാണ്. എന്തായാലും ആ എക്സൈസ് വകുപ്പിനോടൊപ്പം ഇവരുടെ സഹകരണവും ഈ ലഹരി വിമുക്ത നടപടിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. എന്തായാലും കോട്ടാങ്കലുണ്ടായ സംഭവം വളരെ യാദൃശ്ചികമായിരുന്നെങ്കിൽ കൂടിയിട്ടും അത് വളരെ ഫലപ്രദമായിട്ട് അതിനെ കൈകാര്യം ചെയ്യുവാനായിട്ട് ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് സാധിച്ചിട്ടുണ്ട്. പത്തനംതിട്ട കോട്ടാങ്കലിൽ നിന്നും അജയൻ നാർക്കൊപ്പം ഗൂഗിൾ രമേശ് ജനം.